ഒരു മാസം 195 രൂപയാണ് ഈ മാസം വന്നത് ബില്ല്. 5-ാം തീയതിക്കകത്ത് അവർ വരും 195 രൂപ. ഞാൻ 3000 രൂപ അടച്ച സ്ഥാനത്താണ് 195 രൂപ വരുന്നത്. അപ്പൊ നമ്മൾ പരമാവധി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗ്യാസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ജിഗോ ഓട്ടോമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജിഗോ ഓട്ടോമേഷൻ്റെ ഒരു സോളാർ ഇൻസ്റ്റലേഷൻ പ്ലാന്റിലാണ്. ഈ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അദാനിയുടെ ആ സമയത്ത് 8 months മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അദാനിയുടെ 530 വാട്ടിൻ്റെ മോണോഫേഷ്യൽ ഹാഫ് കട്ട് മോണോപെക് പാനൽസാണ്. ബട്ട് മോണോഫേഷ്യലാണ്. ഈ പാനലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20%. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എൻഫേസ് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻവേർട്ടേഴ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 97% ഒക്കെയാണ് അതിൻ്റെ എഫിഷ്യൻസി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പിന്നെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അത് മൈക്രോ ഇൻവെർട്ടർ ബേസ്ഡ് ടെക്നോളജിയാണ്. ഒരു ഇൻവെർട്ടർ ഒരു പാനലിൻ്റെ അടിയിൽ വെക്കുന്ന പോലത്തെ ടൈപ്പാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വഞ്ചിയൂരിൽ പാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വീട്. പുള്ളിക്കാരൻ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി ആ എല്ലാ ഇൻവെർട്ടറും പഠിച്ചിട്ട് അവസാനം പുള്ളി പറഞ്ഞ ഈ എൻഫേസ് ഇൻവെർട്ടർ തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആഡ് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പിന്നെ പുള്ളി ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. ഈ ഇൻസ്റ്റലേഷൻ നല്ലൊരു ഇൻസ്റ്റലേഷനാണ്. പുള്ളിക്കാരനും നല്ലൊരു കസ്റ്റമറാണ്. പുള്ളി നല്ലതായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ച് പിന്നെ സ്ട്രക്ചറിൻ്റെ കാര്യമായാലും പുള്ളിക്ക് ഡിസൈനൊക്കെ കൊടുത്ത് പുള്ളി അതിനെ പഠിച്ചിട്ട് പുള്ളിയുടെ വീടിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് പുള്ളി അതിനെ റീഡിസൈൻ ചെയ്ത് ഞങ്ങളുടെ അടുത്ത് അയച്ചു തന്നു. പിന്നെ ഞങ്ങൾ കൺഫേം ചെയ്ത് പിന്നെ പുള്ളി അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ച് പിന്നെ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത ഒരു സൈറ്റാണ്. അതുകൊണ്ട് ഇതിനകത്ത് രണ്ടുപേരും കസ്റ്റമറും അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങളും അതൊരു എൻഫേസ് ഇൻസ്റ്റലേഷൻ ആയതുകൊണ്ട് ഞങ്ങളും സീരിയസ് ആയിട്ട് എടുത്ത് ഈ ഇൻസ്റ്റലേഷനെ നല്ലതായിട്ട് ചെയ്ത് കൊടുത്ത ഒരു ഇൻസ്റ്റലേഷനായിരുന്നു. ഈ പ്ലാന്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അദാനിയുടെ 530യുടെ പാനൽ. നേരത്തെ പറഞ്ഞ പോലെ ഈ പാനലിൽ മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽസാണ്. മോണോഫേഷ്യൽ മോണോഫേഷ്യൽ ആയതുകൊണ്ട് ഇപ്പോൾ താഴെ നോക്കുമ്പോൾ വൈറ്റ് ഷീറ്റിലായിട്ടായിരിക്കും. ഇപ്പോൾ വരുന്നതെല്ലാം ബൈഫേഷ്യൽ പാനൽസാണ്. പിന്നെ ടോപ്പ് കോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാനൽസിൻ്റെ പ്രൊഡക്ഷന് 20% എഫിഷ്യൻസി ഇല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മുകളിൽ മാത്രമേ നമ്മൾ ലൈറ്റ് എടുക്കുന്നുള്ളൂ, താഴെ കൂടെ നമ്മൾ ലൈറ്റ് എടുക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പം ഈ പാനലിൻ്റെ പ്രൊഡക്ഷൻ സാർ പറഞ്ഞ പോലെ 13 to 15 യൂണിറ്റ്സാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 6 പാനലിൽ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ പാനലിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ എൻഫേസിൻ്റെ ഇൻവെർട്ടർ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 7A സീരീസിൻ്റെ. ഇതിലൊരു ഫെയിലിയർ ഉണ്ടായിരുന്നു. അത് നമ്മൾ കമ്പനി റിപ്ലേസ് ചെയ്ത് കൊടുത്ത് അത് നമ്മൾ സൈറ്റിൽ വന്ന് റിപ്ലേസ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഈ സ്ട്രക്ചർ പുള്ളിക്കാരൻ്റെ റൂഫിൽ ഓപ്റ്റായിട്ടുള്ള സ്ഥലം നമ്മൾ നോക്കി അത് ഹൈറ്റും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താൽ പുള്ളിക്കാരൻ തന്നെയാണ് അത് പുള്ളിക്കാരൻ്റെ വെൽഡറിനെ വെച്ച് ഇത് ചെയ്തപ്പോൾ നമ്മളൊന്നൊന്ന് നോക്കിയായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു ആ വെൽഡർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ സ്ട്രോങ് കൂടെ, വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ നമ്മൾ നോക്കാനുള്ളത് ഈ മൈക്രോ ക്രാക്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റേബിളായിട്ടുള്ള പാനൽ ഗ്യാപ്പ് നമ്മൾ കൊടുത്തായിരുന്നു. ആ പാനലിൻ്റെ സപ്പോർട്ട് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് പാനൽ ഓൾമോസ്റ്റ് നല്ല സ്റ്റേബിളാണ്. പിന്നെ പുള്ളിക്കാരൻ അതിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കസ്റ്റമർ തന്നെ അതിന് വെള്ളം അടിച്ച് അതിനെ ക്ലീൻ ചെയ്യുന്നുണ്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ വലിയ ഹൈറ്റ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ ഹോസ് വെച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതുകൊണ്ട് അത്രയും ഡിഫിക്കൽട്ടല്ല. എന്നുവെച്ചാൽ ഒരാളുടെ ഹൈറ്റിൽ നമ്മൾ വെച്ചുള്ളത് എന്നുവെച്ചാൽ അത്രയും ഹൈറ്റിൻ്റെ ആവശ്യം മതിയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളിക്കാരനെ ക്ലീൻ ചെയ്യാനൊക്കെ ഇപ്പം എളുപ്പമായിട്ട് അത് നടക്കുന്നുണ്ട്. പിന്നെ ഈ പാനലിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 25 ഇയേഴ്സാണ്. 25 ഇയേഴ്സ് 12+13 12 പ്രോഡക്റ്റ് വാറണ്ടിയും പിന്നെ 13 പെർഫോമൻസ് വാറണ്ടിയും. 80% താഴെ പോകാൻ പാടില്ല അതിൻ്റെ പ്രൊഡക്ഷൻ. അത് ഗ്യാരണ്ടി ചെയ്ത കമ്പനി വാറണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ
പിന്നെ ഉള്ളത് ഇതിന്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മാക്സിമം AC കേബിൾസ് താഴോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഐസൊലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പം ഷോക്ക് അടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഐസൊലേറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ DC കേബിൾ ചെറുതായിട്ടേ ഉള്ളൂ, എന്ന് വെച്ചാൽ എൻഫേസ് ആയതുകൊണ്ട് ആ പാനലിൽ നിന്ന് വരുന്ന കേബിൾ തന്നെ യൂസ് ചെയ്യാം. അത് ചിലയിടത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻസ്റ്റലേഷനെ കുറിച്ച് നമുക്ക് അത്രയും പറയാം. ഈ എൻവോയിൽ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് പവർ ലൈനിൽ കൂടെ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്നത്. ഇൻവെർട്ടർ 7A സീരീസാണ്. ഇതിനകത്തൊരു ക്യൂ റിലേ ഉണ്ട്. അത് വോൾട്ടേജും ഫേസ് അൺബാലൻസും ഫേസ് വോൾട്ടേജും എല്ലാം മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. പിന്നെ ട്രിപ്പിംഗ് എല്ലാം ഈ ക്യൂ റിലേ കൂടെ വരുന്നത്. അതൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. പിന്നെ ഉള്ളത് ഇതിനകത്തൊരു CT ഉണ്ട്, പ്രൊട്ടക്ഷൻ CT. പിന്നെ ഇതിനകത്തൊരു CT ഉണ്ട് മെയിൻ ബോർഡിൽ, അത് കൺസംഷൻ CTയാണ്. പിന്നെ ഉള്ളത് സർജ് റെസിസ്റ്റേഴ്സും അതിൻ്റെ ഇതിലുള്ള പ്രൊട്ടക്ഷനും എല്ലാമാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 10 ഇയേഴ്സാണ് 7Aക്ക് പറയുന്നത്. അത് ഇപ്പോൾ ഉള്ള 8 സീരീസിൽ 15 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട് ഡിഫോൾട്ട് വാറണ്ടി. പിന്നെ ഇതിൻ്റെ കോമ്പണൻസിനെല്ലാം നമ്മൾ 5 ഇയേഴ്സിൻ്റെ വാറണ്ടി പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറിന്. നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ റീപ്ലേസ് ചെയ്യും ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇതെല്ലാം. പിന്നെ നമ്മൾ എർത്ത് ഇവിടെ നമ്മൾ 3 എർത്താണ് ഉള്ളത്. ഒന്ന് ലൈറ്റ്നിങ് എർത്ത്, ബാക്കി 2 സിസ്റ്റത്തിൻ്റെ എർത്താണ്. ഒന്ന് പാനലിൽ നിന്ന് വരുന്ന DCയും കൂടെ ലൂപ്പ് ചെയ്തൊരു എർത്ത്, പിന്നെ AC നിന്ന് വരുന്ന ഒരു എർത്തും കൂടെ ഉണ്ട്. പിന്നെ സിസ്റ്റം വൈസ് ഇത് ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം വന്നായിരുന്നു. ഇതും ഇൻവെർട്ടർ ഒരു ചെറിയ ഇഷ്യൂ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്ത് അതിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്തപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് വാറണ്ടി അപ്രൂവലിന് കൊടുത്ത് ഒരു 2 ആഴ്ചത്തോളം ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഉടനെ ഇൻവെർട്ടർ അറേഞ്ച് ചെയ്ത് ഡയറക്റ്റ് കസ്റ്റമർ പ്ലേസിലോട്ട് അവർ അയച്ചു തന്നു. പിന്നെ എത്തിയപ്പം പിന്നെ പുള്ളിക്ക് കസ്റ്റമർ പ്ലേസിലോട്ടല്ല, ഞങ്ങളുടെ ഓഫീസിലോട്ട് അയച്ചു തന്നു. പിന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് ക്ലിയറൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ പോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ. ഈ ഇൻസ്റ്റലേഷൻ്റെ കസ്റ്റമറായ മിസ്റ്റർ പീറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. പുള്ളിക്കാരനെ ഈ ഞങ്ങളെ വിളിച്ച് ഈ എൻഫേസ് വേണം എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ ഒന്ന് ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, സാറേ എന്താ എൻഫേസ്? പുള്ളി ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ് എനിക്ക് എൻഫേസ് മതി, അത് കുറച്ച് സ്മാർട്ടായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് ഈ കസ്റ്റമറിനെ നമുക്ക് ഈ വീഡിയോ കൂടെ പരിചയപ്പെടാം. താങ്ക് യു സാർ ഫോർ നിങ്ങളുടെ സമയത്തിന് ഇവിടെ വന്നതിന്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ ലേറ്റായിപ്പോയി, എന്നാലും സാർ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. നന്ദി. ഇപ്പം ഞാൻ ചോദിക്കാൻ ഈ ചോദ്യങ്ങൾ കുറച്ചായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് സാർ ആൻസർ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സോളാറിലോട്ട് സാർ എന്താ പോകണമെന്ന് താല്പര്യം കാണിച്ചതെന്ന് സാർ ആദ്യം ഒന്ന് പറയണം. എന്നുവെച്ചാൽ സാറിൻ്റെ ആവശ്യമായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇൻട്രൊഡക്ഷന് വന്നത്, പിന്നെ ഞങ്ങളെ എങ്ങനെ പരിചയപ്പെട്ട് അത് സാറ് ആദ്യം ഓർത്താലേ എനിക്കറിയാം എങ്ങനെ സാറെ വിളിച്ചത് ഇങ്ങോട്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സാറ് പറയാം. ഇനി സാറിന്റെ സോളാർ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് ഒരു 2 മാസം കൂടുമ്പോ ബില്ലെന്ന് പറയുന്നത് 3000 രൂപയോളം അടുത്ത് വരുമായിരുന്നു. പക്ഷെ എന്തായാലും ഈ KCB ആയതുകൊണ്ട് കറണ്ട് ചാർജ് കുറെ കഴിയുമ്പോൾ എന്തായാലും കൂടി വരും. ഇപ്പൊ 3000 എന്നുള്ള ചിലപ്പോൾ കുറച്ചും കൂടെ കൂടും, അതിങ്ങനെ കൂടി വരും. പക്ഷെ പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, പലരും ഇങ്ങനെ സോളാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൂര്യപ്രകാശം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, നമ്മൾ അതിന് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. നമ്മുടെ ഇവിടെ കിട്ടുന്ന സൂര്യപ്രകാശത്തിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ചിന്തയിൽ പോയൊരു കാര്യം അതാണ്. പിന്നെ അത് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയ്ക്കാം. എനിക്കിപ്പോ ഒരു മാസം 195 രൂപയാണ് ഈ മാസം വന്നത് ബില്ല്. 5-ാം തീയതിക്കകത്ത് അവർ വരും 195 രൂപ. ഞാൻ 3000 രൂപ അടച്ച സ്ഥാനത്താണ് 195 രൂപ വരുന്നത്.
അപ്പോ കൺസംഷനിൽ ഏതെങ്കിലും വ്യത്യാസം വരുന്നുണ്ട് സാറേ? കൺസംഷനിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ ഉപയോഗിക്കുന്ന നമ്മൾ നോക്കി കണ്ടൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അത്രയും വന്നു. ഇപ്പൊ ഞാൻ ഒന്നും നോക്കുന്നില്ല. ഈ കറണ്ട് വരുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് KCBക്ക് എക്സ്പോർട്ട് ചെയ്യണമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എന്തായാലും ഒരു 6 യൂണിറ്റ് 6 to 8 യൂണിറ്റ് ഞാൻ ഇപ്പൊ ഡെയിലി നോക്കും. ഇപ്പൊ 6 to 8 യൂണിറ്റ് നമ്മൾ KCBക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ. നമ്മൾ പരമാവധി ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ശേഷം ഗ്യാസ് ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പിന്നെ എങ്ങനെ വന്നു, ഞങ്ങൾ ഫേസ്ബുക്കിലാണ് കൂടിയാണ് ഈ ജിഗായിട്ടുള്ള ഒരു ബന്ധം വരണത്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ കുറച്ച് കൊള്ളാവുന്നതായിട്ട് ജിഗ് ഓട്ടോമേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിളിച്ച് സംസാരിച്ച് കോട്ട് ചെയ്ത് ഫസ്റ്റ് നിങ്ങളാ. ഞാൻ വേറെ പലവരായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും അവര് കൊട്ടേഷൻ തന്നില്ലായിരുന്നു. അപ്പൊ നിങ്ങളാണ് കൊട്ടേഷൻ നിങ്ങളാണ് തന്നത്. ഇതിനൊക്കെ ഡീലിങ്ങും കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. അങ്ങനെ ഇപ്പം സാറിന്റെ ഇൻസ്റ്റലേഷന്റെ കെയർ ഓഫിൽ 2-3 കസ്റ്റമറിനെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഇൻസ്റ്റലേഷനും ഇപ്പൊ തീരാറായി. ഇപ്പൊ ലേറ്റസ്റ്റ് സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് സാറിന് നന്ദിയുണ്ട് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാർ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എന്തുവാ സാർ സജസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടുതലാണെങ്കിൽ ഇപ്പൊ ഒരു 500 രൂപ 1000 രൂപയ്ക്ക് ആണെങ്കിൽ ചെയ്യരുത്, ഇതിന് പോണ്ട. നിങ്ങൾക്ക് ഒരു ഈ പറയുന്ന 2500 മുതലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നത് നല്ലതാണ്. 3000 രൂപയാണെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യാം. ഈ കുറഞ്ഞ ബില്ലൊക്കെ വരുന്നെങ്കിൽ പോണ്ട, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതെ, വെറുതെ നമ്മളിത് തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഇലക്ട്രിസിറ്റി, ഞാനിപ്പോ AC ഇപ്പൊ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം AC ഒക്കെ പേടിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഇപ്പം സാറ് പറഞ്ഞ പോലെ ബില്ലിന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സാറ് ലാവിഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഗ്യാസിന്റെ യൂട്ടിലൈസേഷൻ സാറ് കുറച്ച്. അങ്ങനെ നോക്കുമ്പം ആ പാടെ ഇപ്പൊ സാറിന് അതിന് പ്രോഫിറ്റേ ഉള്ളൂ. ഇപ്പൊ സാർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടാറായിട്ടില്ല. ഇനി ഒരു 2 ഇയേഴ്സും കൂടെ പോകണം. ഓൾമോസ്റ്റ് 1 ഇയർ ആയില്ലേ സാറേ? ഇനി ഒരു 2.5 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് സാറിന് പേ ബാക്ക് വരും. പിന്നെ കൂടുതലും സാർ തന്ന ബിസിനസ്സിന് താങ്ക്സ് പറയുന്നു. പിന്നെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. പുള്ളി ഒരു ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ ആയതുകൊണ്ടാ, അതുകൊണ്ട് പുള്ളി കുറെ സംശയങ്ങൾ ചോദിക്കും. അതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ കസ്റ്റമറിന്റെ ഫീഡ്ബാക്സ് ഒക്കെ തരാറുമുണ്ട്. അങ്ങനെ താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ടൈം. വേറെ നമ്മളിപ്പോ ഈ KCB അല്ലേ, നമ്മള് അന്ന് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, നമ്മള് ഇതിന്റെ കോഷൻ ഡെപ്പോസിറ്റ് അതുവരെ കിട്ടിയിട്ടില്ല. അതൊരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ സാറിന്റെ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ 6 മന്ത്സാ പറഞ്ഞത്. 6 മന്ത്സ് കഴിഞ്ഞിട്ട് അവര് നമ്മൾ KCB അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു 6 മന്ത്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ക്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ക്ലെയിം ചെയ്ത് വാങ്ങിച്ചു. KCB അത് നമ്മുടെ ബില്ലിൽ നിന്ന് കുറച്ച് തരാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപയോഗമായിരുന്നു. ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്യും, അവരുടെ ആ ഇതനുസരിച്ച് അവർ പറയുന്നത്. ചിലപ്പോൾ അത് പേ ബാക്ക് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എക്സസ് എമൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത എമൗണ്ട്, അതും കൂടെ ഇത് ചെയ്തിട്ട് അവർ നമ്മുടെ ബില്ല് കുറയ്ക്കും. ഒത്തിരി കുറയ്ക്കാനില്ലെങ്കിൽ അവരങ്ങ് ഡെപ്പോസിറ്റ് അങ്ങനെ നമ്മൾ അത് അപ്ലിക്കേഷൻ കൊടുക്കണം. അത് കുറച്ച് ആ ഫോമൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ സാർ, താങ്ക് യു ഫോർ യുവർ ടൈം. സോറി ഫോർ ദ ഡിലേ. സാറ് സമയം തന്നതിന് നന്ദി. താങ്ക് യു സർ.